നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രനാസുന തകർന്നടിഞ്ഞു, തരിപ്പണമായി. അക്ഷരാർത്ഥത്തിൽ രനാസുന തകർന്നടിഞ്ഞു. എന്തെന്നല്ലേ, സത്യം പറഞ്ഞ എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ എപ്പോഴും വളരെ വീമ്പോട് കൂടി അഹങ്കാരത്തോടു കൂടി രനാസുന പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ ഏത് വീഡിയോയ്ക്കും മില്യൺ വ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ, ഈ പറയുന്ന ഇന്റർവ്യൂസ് ഒന്നിന് പുറകെ ഡെയിലി ഒരു 10-12 ഇന്റർവ്യൂ ആണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോ അക്ഷരാർത്ഥത്തിൽ രനാസുനയുടെ ഇന്റർവ്യൂ കാണാൻ ഒരു പട്ടികളും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ചൊക്കെ വ്യൂസ് വരുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ലൈവ് കാണിച്ചു തരാം. അതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കേസ്, ഈ രനാസുനയ്ക്ക് ഈ പറയുന്ന പ്രേക്ഷക പിന്തുണ കുറയുമ്പോൾ അതിനോടൊപ്പം പ്രേക്ഷകരെ സമ്മതിക്കണം കേട്ടോ. പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കി എന്തെന്നുള്ളത് മനസ്സിലായോ. പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ ഇന്റർവ്യൂ പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് കാണുന്നില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചതിന്റെ ഇതിൽ മാത്രമാണ് ഈ പറയുന്ന ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ഇവിടെ കിച്ചുവിന് ഹ്യൂജ് ആയിട്ടുള്ള പ്രേക്ഷക പിന്തുണ വരുന്നുണ്ട്. കിച്ചുവിന്റെ വീഡിയോ എല്ലാം മില്യൺസിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ രനാസുനയ്ക്ക് ഒരാഴ്ചക്ക് ഇപ്പുറത്തോട് നോക്കിക്കഴിഞ്ഞാൽ രനാസുനയുടെ ഈ പറയുന്ന ക്യാഷ് വാങ്ങിച്ച് പെയ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ചെയ്തവർക്കെല്ലാം ഇപ്പോ നഷ്ടമാണ്. മനസ്സിലായ, അവരുടെ ഒന്നും കാണാൻ ആളില്ല എന്നുള്ളതാണ്. അവരോടൊപ്പം തന്നെ വീണയുടെ ഇന്റർവ്യൂ വളരെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ വൈറലാവാനുള്ള കാരണം രനാസുന എന്ന് പറയുന്ന വ്യക്തിയോടുള്ള പ്രേക്ഷകർക്കുള്ള ദേഷ്യമാണ്. മനസ്സിലായോ, അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവും. കാരണം അമ്മാതിരി കാര്യങ്ങളാണ് ഈ പറയുന്ന പിന്നീട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നത്. അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുകയാണ്. തനിക്ക് സഹായിച്ചവരെ ഒരു പ്രാവശ്യം സഹായിച്ചവരെ ഇനി പറയാനൊന്നുമില്ല. ഇതിനപ്പുറം ഒരു മനുഷ്യരും പറയത്തില്ല. ആ രീതിയിലാണ് നികൃഷ്ട ജീവികൾ എന്നാ പറയുന്നത്. നീയൊക്കെ എനിക്ക് എന്നെ സഹായിച്ചവരൊക്കെ നികൃഷ്ട ജീവികൾ എന്നാ പറയുന്നത്. നമുക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം. അതായത് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. നടക്കുന്നു രനാസുന ഇന്റർവ്യൂ. നമുക്ക് ഈ ഒരു സെർച്ച് കൊടുത്തിട്ട് എനി ടൈം വേണ്ട, ദിസ് വീക്ക്, അതായത് ഈ വീക്ക് അപ്ലോഡ് ചെയ്ത രനാസുനയുടെ സംഭവങ്ങളാണ്. മെയിൽ സ്ട്രീം 1, അതായത് ഈ രനാസുനയെ പൊക്കിക്കൊണ്ട് രനാസുനയുടെ സ്വന്തം ചാനലാണ്. രനാസുനയെ പിന്നീട് വെള്ളപൂശാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചാനലാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീം 1. പല വീഡിയോസും മില്യൺ സെർച്ച്. അത് ഇപ്പോഴല്ല, അത് ഒരാഴ്ചക്ക് അല്ലെങ്കിൽ 10 ദിവസം മുമ്പാണ്. രനാസുനയുടെ രനാസുന ഇടുന്ന വീഡിയോ വരെ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഇവരുടെ ടീം തന്നെയാണ്. മനസ്സിലായോ. അവര് 3 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറും 9.1K ആണ്. 9.1K ആണ് 3 മണിക്കൂർ മുമ്പ്. അഥവാ ആരാണ്, വൻ കക്ഷികളുണ്ട്. എന്റെ കൂട്ടുകാരനായ എന്റെ ഭാഗ്യ ജോഡിയായ പ്രതീഷിന്റെ ഭാര്യയുണ്ട്. പിന്നെ വൈൽഡ് ഗസ്റ്റ് ആയിട്ട് ആര് വരുന്നുണ്ട്, രനാസുന ചാടി വീഴുന്നുണ്ട്. ഇത്രയൊക്കെ അട്ടഹാസങ്ങൾ കാണിച്ചിട്ട് പോലും അവിടെ വെറും 9,000 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇവർ 2 ദിവസം, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് പാർട്ടിന് കിട്ടിയ വ്യൂസ് നോക്കണം. 2 ദിവസം മുമ്പ് വെറും 41K, വെറും 40,000 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ 40,000 എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാനിത് കണ്ടായിരുന്നു. ഇത് കാരണം ഇതിന്റെ ഹൈലൈറ്റ്സ് മാത്രം ഞാൻ പിന്നെ ക്ലിക്ക് ചെയ്ത് കാണത്തില്ല. ഹൈലൈറ്റ്സ് മാത്രം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അത് വ്യൂ ആയിട്ട് കൂട്ടും കേട്ടോ. അവർക്ക് ക്യാഷ് കിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് വ്യൂ ആയിട്ട് കൂട്ടും. ഹൈലൈറ്റ്സ് മാത്രം കാണും, എന്ത് ചെയ്യും, നമ്മളെ കളഞ്ഞിട്ടു. അങ്ങനെ കിട്ടിയതാണ് ഈ പറയുന്ന 41K. ഇതിന്റെ പിന്നെ ആവറേജ് ഡ്യൂറേഷൻ നോക്കിയാൽ വളരെ പരിതാപകരമായിരിക്കും. വളരെ 3-2.5 താഴെയായിരിക്കും ഇതിന്റെ ആവറേജ്. അപ്പോ അങ്ങനെ രനാസുന തകർന്നടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വീണേര്, അതായത് കുറച്ചു മുമ്പേ രനാസുന ഇട്ട 3 മണിക്കൂർ മുമ്പ് ഇട്ട വീഡിയോക്ക് വെറും 9K ആവുമ്പോൾ വീണയുടെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഏതാണ്, ഓൺലൈൻ മീഡിയ സ്പെഷ്യലില് വീണയുടെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കിട്ടിയത് ഏതാണെന്ന് പറഞ്ഞാൽ 40K. വെറും 3 മണിക്കൂർ 40K ഇവിടെ കാണിക്കുന്നത്. അവിടെ എത്രയാവും നമുക്ക് ഊഹിക്കാൻ പറ്റും. ഏതാണ്ട് 100Kക്ക് മുകളിൽ പോയിട്ടുണ്ട്. അതായത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിന്റെ വിശേഷം ഞാൻ പറയാം. നടക്കുന്നു ഫസ്റ്റ് പാർട്ട്. ഇന്നലെ മാത്രം ഇട്ട ഫസ്റ്റ് പാർട്ടിന് 11 ലക്ഷം 1.1 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. ഇത് പറയുന്ന രനാസുനയുടെ വിരോധമാണ്. രനാസുന അഹങ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഞാൻ ഇടുന്നതെല്ലാം മില്യൺ നെഗറ്റീവ് ആയാലും എന്നെ കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്ന്. ഇപ്പൊ കാണാനും ആൾക്കാരില്ല. ഇപ്പൊ താങ്കളുടെ ഈ പറയുന്ന കുറ്റം പറയുന്നവരെ കാണാൻ വേണ്ടി മാത്രമേ ആൾക്കാരുള്ളൂ. മനസ്സിലായല്ലോ. താങ്കൾ പറയുന്നത് പ്രേക്ഷകർ അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്.
രണ്ടെണ്ണം ഈ കുട്ടിയെ പറയണമല്ലോ, അല്ലെങ്കിൽ രണ്ടെണ്ണം ഇതിനെ കൊടുക്കണമല്ലോ. അപ്പോ താങ്കൾക്ക് രണ്ടെണ്ണം കൊടുക്കണം കാണാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നതാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ അതിന് 11 ലക്ഷമാണ് അതിന്റെ വ്യൂ. ഇതാ കിടക്കുന്നു. 2 ദിവസം മുമ്പ് ജാങ്കോ സ്പേസ്, ഈ ജാങ്കോ സ്പേസിലും ഈ പറയുന്ന ഈ 15 ലക്ഷത്തിന്റെ കേസ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന മെയിൻ സ്ട്രീം വണ്ണിന്റെ പിന്നീട് 9.2 ലക്ഷം സബ്സ്ക്രൈബ് ഉണ്ട് മെയിൻ സ്ട്രീം വണ്ണിന്റെ. എന്നിട്ട് പോലും, അതായത് ഏതാണ്ട് 1 മില്യൺ അടുപ്പിച്ച് സബ്സ്ക്രൈബ് ഉണ്ടായിട്ട് പോലും അതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ വെറും 9.1K ആണ്. പക്ഷെ ഇവിടെ ഈ പറയുന്ന വീണയുടെ ഇന്റർവ്യൂ എടുത്തില്ല, ഒരു ദിവസം മുമ്പ് 11 ലക്ഷം പേര് വ്യൂ, അവരുടെ സബ്സ്ക്രൈബർ ഉണ്ട് വെറും 17K. ഈ 17K ഇപ്പോഴും വന്നതാ. ഇതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു 12K 13K എന്തോ ആയി കിടന്നത്. ഈ ഒരു 1 മില്യണിൽ വന്നപ്പോൾ കയറിയ സബ്സ്ക്രൈബർ ആണ്. ഈ 17K മാത്രം ഉണ്ടായിട്ട് പോലും അവർക്ക് 1 മില്യൺ വ്യൂസ് വന്നു. അടുത്ത ജാങ്കോ സ്പേസ് 2 ദിവസം മുമ്പിട്ടത് വെറും 61K. ജാങ്കോ സ്പേസിന്റെ സബ്സ്ക്രൈബർ നിങ്ങൾക്ക് അറിയാലോ 6.38 ലാക്ക്. മനസ്സിലായോ? അതായത് ഏതാണ്ട് 7 ലക്ഷം സബ്സ്ക്രൈബ് ഉള്ള ജാങ്കോ സ്പേസിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രണാസുനയുടെ വീഡിയോ ഇട്ടപ്പോൾ വെറും 61,000 പേരെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. 5 പൈസ കിട്ടത്തില്ല. കൂടിപ്പോയാ ഒരു 2,000, കൂടിപ്പോയാ 2,000 രൂപ ഇട്ട് എല്ലാം കൂടി. മനസ്സിലായോ? ഇത്ര ഇതിനകത്ത് കിട്ടുള്ളൂ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ. അടുത്ത ഇനി നമ്മൾ ഇതൊന്നും നോക്കട്ടെ. അടുത്തതാ കിടക്കുന്ന ഇത് മെയിൻ സ്ട്രീം വണ്ണിലാണ്, ഇവരുടെ തന്നെയാണ്. ഇത് 7 ദിവസം മുമ്പാണ്, 7 days ago. 7 days വരെ കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൽ കുറച്ച് ഈ പറയുന്ന കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു വ്യൂ കിട്ടിയത്. അടുത്ത വെറൈറ്റി മീഡിയ 3 ദിവസം മുമ്പ് 74K. 3 ദിവസം മുമ്പ് അത് ഈ പറയുന്ന റോഹൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് ഇത് ഈ വ്യൂവിന് കിട്ടി. അതിന്റെ ഫസ്റ്റ് പിന്നീട് പാർട്ട് 1 നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട്? രണാസുനയെ എടുത്തൊടുക്കുന്നുണ്ട്, രണാസുനയെ പൊളിച്ചെടുക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ആള് പോയതാണ്. അങ്ങനെയാണ് ഈ വ്യൂ കയറിയത്. മനസ്സിലായോ? പിന്നെ അടുത്ത ഇതാ നടക്കുന്നു ജിഞ്ചർ മീഡിയ. 5 ദിവസം മുമ്പിട്ടാണ് വെറും 58,000 പേരെ കണ്ടിട്ടുള്ളൂ. ജിഞ്ചർ മീഡിയയുടെ 17.4 ലാക്ക് 1.4 മില്യൺ വ്യൂസ് മില്യൺ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്ന ചാനലിൽ 1.4 മില്യൺ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്ന ചാനലിൽ എന്ത് ചെയ്തു? ഇന്റർവ്യൂ കൊടുത്തിട്ട് പോലും അവിടത്തെ വ്യൂ എന്ന് പറയുന്നത് വെറും 42K ആണ്. നമ്മൾ ചവറിട്ടാ കിട്ടും. മനസ്സിലായോ? നമ്മുടെ റിയാക്ഷൻ ചാനലുകൾക്ക് വ്യൂ ഉണ്ട്. അത് കാരണമൊന്നും മറ്റൊന്നും കൊണ്ടല്ല. റിയാക്ഷൻ ചാനലുകൾക്ക് ഈ പറയുന്ന ജനങ്ങൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനം, അവർക്ക് വന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ ഭാഗം കൊണ്ട് കേൾക്കുമ്പോൾ ഒരു സമാധാനം. അതുകൊണ്ടാണ് അവർക്ക് വ്യൂ കിട്ടുന്നത്. കണ്ടോ? ഇത് 6 ദിവസം മുമ്പ് വെറൈറ്റി മീഡിയയിൽ ഫസ്റ്റ് പാർട്ട് 3.5 ലക്ഷം. ഇത് കിട്ടാൻ കാരണം അത് രോഹൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. രോഹൻ എന്ത് ചെയ്തു? കേട്ടുകൊണ്ടിരുന്നില്ല, പൊളിച്ചടിക്കിയത് കൊണ്ടാണ്. ഇതുപോലെ രണാസിനെ പൊളിച്ചടി കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂസ് കിട്ടും, ഇല്ല എന്നല്ല. മനസ്സിലായോ? പിന്നെ ഇതാ കണ്ടോ, അതിന്റെ 10 അവറിൽ 91K. ഇത് ഇന്റർവ്യൂ ചാനലൊന്നും അല്ല, അവനുണ്ട് വ്യൂ. ഇതാ മറ്റൊരു ഇന്റർവ്യൂ 2 ദിവസം മുമ്പിട്ട ഇന്റർവ്യൂ ആണ്. എന്തൊരു ഹോണസ്റ്റ് അവർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ 2 ദിവസം മുമ്പിട്ട് വെറും 23K. ഇവർക്ക് 5,000 ആക്കണം. ഇവർക്ക് 1,000 രൂപയും പോലും ഇതിൽ വരുമാനം ഉണ്ടാക്കില്ല. അവർക്ക് നഷ്ടക്കച്ചവടമാണ്. ഇപ്പൊ രണാസുനയെ പറ്റി ഇന്റർവ്യൂ എടുക്കുന്നവർക്കെല്ലാം നഷ്ടക്കച്ചവടം. അതാ 2 ദിവസം മുമ്പേ സ്വന്തം രണാസുനയുടെ ചാനലിട്ട് ആ ചാനലിൽ വരെ വെറും 75K മാത്രമേ വ്യൂസ് ഉള്ളൂ. വെരി ഗുഡ്. പിന്നെ ഒന്നും പറയണ്ട. ഇതൊക്കെ 6 ദിവസം മുമ്പ്. ഇതിപ്പോ ഈ പറഞ്ഞ 3.8 ലാക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന സംഭവം കാണാൻ വേണ്ടി പോയി. അതായത് കുറ്റം പറയാണ് ഇവിടെ, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കാണാൻ വേണ്ടി, എന്താണ് ഇവിടെ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി പോയത് കൊണ്ടാണ് ഈ ഒരു സാധനം കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? സീക്രട്ട് ഏജന്റ് 3 ദിവസം മുമ്പിട്ട 1 ലക്ഷം, 7 ദിവസം മുമ്പിട്ട 1 ലക്ഷം. ഇത് അവളുടെ 2 ദിവസം മുമ്പുള്ളത്. മനസ്സിലായോ? 4 ദിവസം മുമ്പ് ഓൺലൈൻ മലയാളം സ്പെഷ്യൽ ഇട്ടത് രണാസുനയ്ക്ക് എഗെയിൻസ്റ്റ് പറയുന്നത് അത് 4.5 ലാക്ക്. 3 ദിവസം മുമ്പിട്ട് 64. ഇപ്പം നമ്മുടെ സാധാ ഇടുന്നവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ നല്ല രീതിയിലുള്ള പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ട്. പക്ഷെ രണാസുനയ്ക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ കൊടുക്കുന്നവർക്കെല്ലാം എന്താണ്? ഇതൊക്കെ കണ്ടോ? എല്ലാവരും തകർന്നടിഞ്ഞു. അവരുടെ പൈസ നഷ്ടം എന്നുള്ളതാണ്. എല്ലാവർക്കും എന്താണ്? പൈസ നഷ്ടം. നടക്കുന്നു. പിന്നെ രേണുവിന്റെ ഈ പറയുന്ന നമ്മുടെ വീണയുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു. അതിനും കിട്ടിയിട്ടുണ്ട് 2.5 ലാക്ക്. ഏതാണ്ട് 10-30K സബ്സ്ക്രൈബർ ഉള്ളവർ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. എന്നിട്ട് പോലും അവർക്കുണ്ട് ഏതാണ്ട് 2.5 ലക്ഷം വ്യൂസ്. മനസ്സിലായി? കണക്ട് മീഡിയ ഇവർക്ക് അഗെയിൻസ്റ്റ് പറഞ്ഞവർക്കെല്ലാം നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, രണാസുനയുടെ ചാപ്റ്റർ ഏതാണ്ട് ക്ലോസ് ആയി. ഇനി ആരും അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഓസിനെ കൊണ്ടുപോയി
കൊണ്ട് ഇന്റർവ്യൂ കൊടുത്ത് ഇനി ഇവർ ഇത് കയറ്റാൻ വേണ്ടി എന്തെങ്കിലും ഈ പറയുന്ന കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം റീച്ച് കുറവായി നിൽക്കുകയാണ്, തന്റെ ഇന്റർവ്യൂസ് ഒന്നും ഒരു പട്ടികളും കാണുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ട് ഇനി തടികടകൾ മൊത്തം കാണിക്കും. മനസ്സിലായോ? ഇനി വേണമെങ്കിൽ ഫാദറിന്റെ തന്തയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ മറുനാറിന്റെ തന്തയ്ക്ക് വിളിക്കും. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ 24-നെ വിളിച്ചിട്ടില്ല, 24-നെ ഫ്ലവേഴ്സിന് ഇതുവരെയും തന്തയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. പാവമാണ്, അവരാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാണ് രണാസുന നിൽക്കുന്നത്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം ഈ പറയുന്ന 2 കുട്ടികളെയും ഇപ്പോഴും സ്റ്റിൽ പഠിക്കാനുള്ള പിന്നെ ക്യാഷ് കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ 24 ആണ്. എന്ന് അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ, എന്ന് അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, അതിന്റെ പിറ്റേ ദിവസം തള്ളക്കി വിളിച്ചു തുടങ്ങും. എനിക്ക് ഇത്രേ തന്നോളൂ, അന്ന് ഇതൊക്കെ തരാന്ന് പറഞ്ഞ് ബുക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു, ബുക്ക് കീറിപ്പോയി വാങ്ങിച്ചു കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് വീണ്ടും പൈസ. അവരെയും കുറ്റം പറയും. ഇതാണ് അവരുടെ ചിന്ത അങ്ങനെയാണ്, അവരുടെ ഈ പറയുന്ന ബിഹേവിയർ അങ്ങനെയാണ്, അവരുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണ്. അപ്പൊ എന്തായാലും രണാസുന എന്ന് പറയുന്ന ചാപ്റ്റർ, ഇന്റർവ്യൂ ചാപ്റ്റർ ഏതാണ്ട് അസ്തമിച്ചതുപോലെയാണ് എനിക്ക് കാണുന്നത്. ഇനി ബിഗ് ബോസിൽ പറഞ്ഞ് ഈ താണ്ഡവമായിരുന്നു. ബിഗ് ബോസിൽ ഇനി എന്തെല്ലാം കാണണമെന്ന് തോന്നി, എന്തൊക്കെ വിളിച്ചു പറയുമോ എന്തായാലും തനിനിറം പുറത്തു വരും. ഇനി തനിനിറം എന്ത് പുറത്തു വരാല്ലേ, എല്ലാരും അറിഞ്ഞു. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.